ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 36-ാം തിരുലിഖിതം. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഇന്നും ദാരിദ്ര്യത്തിലോ എന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഉണ്ടാകുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അനേകർ ഇന്നും ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ദൈവം വെച്ചിട്ടുള്ള വഴികളെ അവർ അറിയാതെ പോയി എന്നുള്ളത് തന്നെ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം ഈ കാര്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. നീ കുരുമുളക് ശേഖരിച്ചു വെക്കുന്ന നിന്റെ അറപ്പുരകളും സംഭരണികളും കുരുമുളക് കൊണ്ട് നിറഞ്ഞു കവിയും. നീ തേങ്ങ കൂട്ടിയിടുന്ന തേങ്ങാപ്പുരകൾ തേങ്ങ കൊണ്ട് നിറഞ്ഞു കവിയാൻ, റബ്ബർ ഷീറ്റ് കൂട്ടിയിടുന്ന പുകപ്പുരകൾ റബ്ബർ ഷീറ്റ് കൊണ്ട് നിറഞ്ഞു കവിയാൻ, നിന്റെ അറപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയാൻ കർത്താവ് ബൈബിളിൽ നൽകിയിരിക്കുന്ന ഒരു വഴി. നീ ചത്തു പണിയെടുക്കണം. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. നീ രാത്രിയും പകലും ഞായറാഴ്ച പോലും നിന്റെ പറമ്പിൽ കിടന്ന് ചത്ത് പണിയെടുക്കണം. നീ അധ്വാനിക്കണം. നീ ബിസിനസ് സ്ഥാപനം ഞായറാഴ്ച പോലും തുറന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെയൊന്നും അല്ല കർത്താവ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ സമൃദ്ധി ഉണ്ടാകാൻ, ദൈവത്തിന്റെ അനുഗ്രഹം വഴിയുള്ള സമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ ആറ്റിടാതെ നിലനിൽക്കാൻ കർത്താവ് നൽകിയിരിക്കുന്ന വിശുദ്ധ വചനമാണ് സുഭാഷിതങ്ങൾ 3:9. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവാണ് ദൈവരാജ്യ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നാം വലിയ ബുദ്ധിയുള്ളവർ, കഴിവുള്ളവരാണെങ്കിലും ദൈവം നമുക്കായി വെളിപ്പെടുത്തുന്ന ജ്ഞാനം, ദിവ്യജ്ഞാനം മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമുക്ക് കഴിവുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. ഇപ്പോൾ ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഈ മണിക്കൂറിൽ ദൈവം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അനേക കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങ് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പിതാവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും അത്ഭുത അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കത്തിപ്പടരട്ടെ. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കരങ്ങൾ അടിച്ച് അഭിഷേകം,
അഭിഷേകം Glory, glory. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. വലിയ ഉത്സാഹത്തോടെ കുടുംബങ്ങൾ ഒരുമിച്ച് കൈയടിച്ച്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഈ ആരാധനയിൽ പങ്കുചേരുകയാണ്. നന്നായി ഉണർവോടെ. Glory, glory, glory. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. അത്ഭുത ശക്തി. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. വിടുതൽ ശക്തി. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. Glory, glory, glory. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. സംഭവിക്കട്ടെ കർത്താവേ. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. കോട്ടകൾ തകരട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. ആധിപത്യങ്ങൾ തകരട്ടെ. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അതിവന്മാർ നിർവീര്യമാകട്ടെ. വെളിപ്പെടും. Glory, glory. അഭിഷേകം അഭിഷേകം കുടുംബങ്ങളിൽ നിന്ന് പൈശാചികൾ വിട്ടുപോകട്ടെ. അഭിഷേകം ആരാധന, 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 ആരാധന. ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. അഭിഷേകം ആരാധന, ആരാധന, ആരാധന. ഓ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, എതിർ ചിന്തകൾ, മല്ലടിക്കുന്ന സ്വഭാവങ്ങൾ, വിമത സ്വഭാവങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഓ, പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ, ഹൃദയങ്ങളെ ഉണർത്തണമേ, വലിയ അഭിഷേകങ്ങൾ തുറക്കണമേ. ആരാധന, ആരാധന, ആരാധന. കാറ്റടിക്കും പോലെ പകച്ചൈ ശക്തി പെരുകും. അത്ഭുത അഭിഷേക ശക്തി. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാ സ്തുതിക്കും. Holy, holy, holy. കൊടുങ്കാറ്റടിക്കും പോലെ ആത്മപകച്ചൈ ശക്തി പെരുകും. ദേശങ്ങളും ജനതകളും വംശങ്ങളും ഉണരട്ടെ. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാ സ്തുതിക്കും. ജനതകളും ഗോത്രങ്ങളും ഉണരട്ടെ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ. യേശുവേ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ. കരങ്ങൾ ഉയർത്തിയടിച്ച് അഭിഷേകം ആരാധന, അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കുട്ടികൾ മുതിർന്നവർ ഒരുമിച്ച് അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ശക്തി. അഭിഷേകം അഭിഷേകം ക്ഷീണങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം ആരാധന, ആരാധന, അഭിഷേകം ആരാധന, പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന് ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. Glory, 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 glory. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ കൈകൾ ഉയർത്തി സ്തുതിക്കുക. ദൈവമക്കൾ കരങ്ങൾ ഉയർത്തട്ടെ. ഉറക്കെ ആരാധിക്കുന്നു. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. അതിരങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ. അമിതമായ ലജ്ജ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. സമൂഹത്തോട് ചേരുന്നു. ഉറക്കെ സ്തുതിക്കട്ടെ. ആരാധന, ആരാധന. ഓ ദൈവമേ, അങ്ങേ ആരാധിക്കുന്ന ഇസ്രായേലിന്റെ 10,000ങ്ങളിലേക്ക് തിരികെ വരണമേ. ആരാധന, ആരാധന, ആരാധന. പിതാവേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ. 1000 രഥവ്യൂഹങ്ങളോടെ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുലിഖിതം. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി കണ്ടപ്പോൾ എങ്ങനെയാണ് കർത്താവ് ഇടപെട്ടത്? ഒരു കുടുംബത്തിന്റെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഡെയ്സി, ഞാൻ വിയർന്നു വരുന്നു. 27 വർഷമായി എനിക്ക് ശ്വാസമുട്ടായിരുന്നു.
അങ്ങനെ 2009 ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അതിൽ കണ്ടത് എൻ്റെ ലങ്സിൽ 4 മുഴയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആകെ കരച്ചിലായി. ഞാൻ പറഞ്ഞു സാരില്ല, ദൈവം തന്ന സമ്മാനമല്ലേ, സാരില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഞായറാഴ്ച 8:30 കാണുന്ന അഭിഷേകാഗ്നിയിൽ ഞാൻ എല്ലാ ഞായറാഴ്ച രാത്രി 8:30 മുതൽ 9 വരെ അഭിഷേകാഗ്നി ടെലിവിഷനിലൂടെ വരുന്നു, വീട്ടിൽ വരുന്നു. ആ അഭിഷേകാഗ്നി വീട്ടിലിരുന്നാണ് കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, എൻ്റെ വീട്ടിലെ ഗൃഹനാഥയായിട്ട് ഞാനാണല്ലോ ഉള്ളത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരാ ഉണ്ടാകുക? നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹം തരണേ, അത്ഭുതം കാണിച്ചു തരണേ എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഫലമായി കോവൈ മെഡിക്കൽ സെന്ററിൽ ട്രീറ്റ്മെന്റിന് പോകുകയായിരുന്നു. പോകുന്നതിന്റെ തലേദിവസം ഞാൻ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടു. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും കിട്ടാൻ വഴിയില്ല കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ അവസാനമായിട്ട് എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് ലാസ്റ്റ് ഇറങ്ങി പോവാണ്. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നാളെ ഞാൻ എങ്ങനെയോ വരാന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. എന്നെ വെക്കേണ്ടത് ബെഡ്റൂമിൽ മാത്രം വെച്ചാ മതി, കൊണ്ടുപോകുന്ന നേരത്തെ മാത്രം ഫ്രണ്ടിൽ വെച്ചാൽ മതി കേട്ടോ എന്നൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ വെക്കണ്ടെന്നുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് പറഞ്ഞ് ഞങ്ങള് കോവൈ മെഡിക്കൽ സെന്ററിലേക്ക് പോയി. അവിടെ ട്രീറ്റ്മെന്റിന് മുൻപ് ഡോക്ടർ പറഞ്ഞു നമുക്ക് എല്ലാം അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഒന്നുകിൽ കിട്ടും അല്ലെങ്കിൽ പോകും, അത്രയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത്രയും ധൈര്യമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പോന്നിരിക്കണേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് കയറിക്കിടുന്നു. 5 ഡോക്ടർമാർ കൂടെ വന്ന് സ്കാൻ ചെയ്യാൻ കിടത്തി. കുറച്ച് കഴിഞ്ഞ് സ്കാനിന്റെ മെഷീൻ ഓഫ് ചെയ്തു. അപ്പോഴും എൻ്റെ ഉള്ളിൽ മരണം ആണ് പ്രതീക്ഷ. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു ഒറ്റ മുഴ പോലും കാണുന്നില്ല, എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-27 വർഷമായി ഉണ്ടായിരുന്ന ഒരു ചരിത്രമാണ് ആ രോഗത്തിന്. അത് 4 മുഴകൾ ലങ്സിൽ വന്നത്. അതാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം കരഞ്ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന സ്കാനിങ് ചെയ്ത് നോക്കുമ്പോ ഒരൊറ്റ മുഴയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം കർത്താവ് തൊടുന്ന സമയം. ഇപ്പോൾ രോഗമുള്ളവർ രോഗങ്ങളുടെ മേഖലകളിലേക്ക് കൈകൾ വെക്കുക. രോഗികളായ കുഞ്ഞുങ്ങളടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശിരസിലേക്ക് കൈകൾ വെക്കുക. എല്ലാ ദൈവമക്കളും ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പിതാവേ, ഈ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. ഈ പ്രിയ സഹോദരങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇവിടെ സംഭവിക്കുന്നതിനായി പിതാവേ, അങ്ങയുടെ കൈകൾ ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും സ്പർശിക്കണമേ യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായ കർത്താവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ആധിപത്യങ്ങൾ വിട്ടുപോട്ടെ. ദൈവരാജ്യം വളർന്നിടാം. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. ദൈവരാജ്യം വളർന്നിടാം. സ്പർശിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കലഹങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സമാധാനം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ആരാധന ആരാധന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. ഇന്ന് അനേകം ദൈവ മക്കളുടെ മേൽ സാത്താൻ പ്രയോഗിക്കുന്ന ഒരു കൗശലമാണ് എന്തിനാണ് പള്ളിക്ക് പണം കൊടുക്കുന്നത്, എന്തിനാണ് ധ്യാന കേന്ദ്രത്തിൽ പണം കൊടുക്കുന്നത്,
എന്തിനാണ് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നത്? പണം കൊടുക്കുന്ന കാര്യത്തിലും പണം ചോദിക്കുന്ന കാര്യത്തിലും അനേകം ക്രിസ്തീയ വിശ്വാസികൾക്ക് പരിജ്ഞാനം നഷ്ടപ്പെട്ട് വെറും ലൗകികരെ പോലെ ചിന്തിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നമുക്ക് ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷകൾക്ക് പണം കൊടുക്കുന്നതിന്റെ അനുഗ്രഹം അറിയാത്തത് കൊണ്ട് നമ്മുടെ അനേകം കുടുംബങ്ങൾ ഇന്ന് ദൈവം വെച്ചിട്ടുള്ള സമൃദ്ധിയുടെ പാതയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ ക്ലേശിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ ദശാംശം കൊടുക്കണം എന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു ദൈവ പൈതലിൽ നിന്ന് ഈ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച നമ്മുടെ ദൈവമായ കർത്താവ് ദശാംശം സ്വീകരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നമ്മളിൽ നിന്ന് ദശാംശം സ്വീകരിക്കുന്നത് നമ്മുടെ ധാന്യപ്പുരകൾ നിറഞ്ഞു കവിയുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് 10 പശു ഉണ്ടെങ്കിൽ ഒരു പശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ കന്നുകാലി കൂട്ടങ്ങളും നമ്മുടെ ആടുമാടുകളും ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകാൻ ദൈവം വെച്ചിരിക്കുന്ന അടിസ്ഥാന നിയമമാണത്. 10ൽ 1 ഭാഗത്തെ ദൈവത്തിന് കൊടുക്കണം. ആദ്യ ഫലങ്ങൾ ദൈവത്തിന് കൊടുക്കണം. എനിക്കിതിനെ കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ആദ്യം ശുശ്രൂഷ ആരംഭിക്കുന്നത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിലുള്ള എൻ്റെ ഇടവക ജനങ്ങളുടെ കൂടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എൻ്റെ ധാരണ പള്ളിയിലുള്ളതെടുത്ത് ഈ ജനങ്ങൾക്ക് കൊടുക്കുക, ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് എന്താണ് ഇങ്ങോട്ട് അങ്ങനെ പള്ളിയിലുള്ളതിനെ പരമാവധി സംഘടിപ്പിച്ച് ഓരോ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട ആളുകളെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്തായി? അവര് ഇതെല്ലാം കിട്ടി മേടിച്ചതെല്ലാം കൊണ്ടുപോയി അതെല്ലാം വെച്ചു. പക്ഷേ അവരുടെ സ്ഥിതിഗതികളിൽ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നതല്ലാതെ ഒരു മേൽഗതി അവിടെ കാര്യമായിട്ട് കാണാൻ പറ്റും. കാര്യം ശരിയാ, പലരും വീട് വെക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, പശുവിനെ വളർത്തുന്നുണ്ട്. അതനുസരിച്ച് വഴക്കും വയ്യാവേലിയും അതിനനുസരിച്ച് പലതരത്തിലുള്ള കുടിയും മദ്യപാനവും വാദ്യചാരവും എല്ലാം പെരുകുകയാണ്. സമാധാനം സമൂഹത്തിൽ വർദ്ധിക്കുകയല്ല, സമൂഹത്തിൽ ജീർണത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ദൈവഭക്തി വർദ്ധിക്കുകയല്ല, അരക്ഷിതാവസ്ഥ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ജനം മേൽഗതി പ്രാപിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് അച്ഛൻ കോയമ്പത്തൂര് എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് എത്തിയത്. അവിടെ എത്തിയത് ഒരു ഇടവക ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി സംഭാവന ചോദിക്കാനാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച്, ഈ സജീവൻ ധ്യാന കേന്ദ്രം ഇതുപോലെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കുമ്പോൾ ഒരു ഫാൻ സംഭാവന ചെയ്യണം. അപ്പോൾ ആ ചേട്ടൻ എന്നെ നേരെ സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഫാൻ മാത്രമല്ല, അച്ഛന്റെ ധ്യാന കേന്ദ്രത്തിന് ആവശ്യമുള്ള മുഴുവൻ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഞാൻ ഫ്രീ ആയി അവിടെ എത്തിച്ചു തരും, വേണ്ടി വന്നാൽ ഫിറ്ററെ വിട്ട് അതെല്ലാം ഫിറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ഇങ്ങനെയൊന്നും ആരും പറയണം ഞാൻ കേട്ടിട്ടില്ല. അപ്പോഴാണ് ചേട്ടൻ പറയണത്, അച്ഛാ, ബൈബിളിലെ അനുഗ്രഹത്തിന്റെ വഴികളെ അറിഞ്ഞപ്പോൾ മുതലാണ് എൻ്റെ ജീവിതം പച്ച പിടിക്കാൻ തുടങ്ങിയത്. 20 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ദേശത്ത് നിന്ന് ഈ കോയമ്പത്തൂർ പട്ടണത്തിൽ ഞാൻ വന്നപ്പോൾ മാസം 500 രൂപ മാത്രം ശമ്പളമുള്ള വെറും ഒരു താഴേക്കട ജീവിതക്കാരനായിരുന്നു ഞാൻ. എൻ്റെ ഭാര്യ, മക്കള് ഒരു മാസം 500 രൂപ ശമ്പളം കൊണ്ട് കഴിയേണ്ട ഒരു കാലം. അന്ന് ഈ കോയമ്പത്തൂർ ഒരു പള്ളിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം പോയി കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ, യേശുവേ, യേശുപിതാവേ, മാതാവേ, എൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വികാരി ചെന്ന് നിൽക്കുകയാണ്. ആ വികാരി എന്നെ കണ്ടവരനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ ഇടവപ്പള്ളിയിൽ ഒരു ഗ്രോട്ടോ നിർമ്മിക്കണം, അതിന് സംഭാവന തരണം. അപ്പോൾ ഇദ്ദേഹം ഇടവ വികാരിച്ച് പറഞ്ഞൊരു കാര്യം നിഷേധിക്കുന്ന വ്യക്തിയല്ല. പോക്കറ്റിലേക്ക് നോക്കി. അപ്പോൾ ആ മാസത്തെ ചെലവിന് ഉള്ള 150 രൂപ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 500 രൂപയിൽ 350 രൂപ തീർന്നു. 150 രൂപയുള്ളൂ. അതങ്ങനെ വീട്ടിൽ വെക്കാതെ പോക്കറ്റ് തന്നെ കൊണ്ടു നടക്കുകയാണ്. ഇനി 15 ദിവസം കൊണ്ട് തീരാനുണ്ട്, ഒരു മാസം തീരണമെങ്കിൽ. അപ്പോൾ ആ പോക്കറ്റിലേക്ക് കൈയിട്ടു. അപ്പോൾ ഒരു 100-ന്റെ 50-ന്റെ നോട്ട് മാത്രമേ ഉള്ളൂ, ചെറിയ നോട്ടുകളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം ആ 100-ന്റെ നോട്ട് മാറ്റി, പിന്നെ 50-ന്റെ നോട്ട് എടുത്ത് അതങ്ങൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ
ഒന്നും ചിന്തിച്ച് അച്ഛൻ വാങ്ങി വേഗം റെസീറ്റ് കൊടുക്കാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ചെറുതാണ് കൊടുക്കുന്നത്, വലുതവിടെ കിടപ്പില്ലേ? ഉടനെ തന്നെ ചേട്ടൻ പറഞ്ഞു, അച്ഛാ അല്ലെങ്കിൽ വേണ്ട, അത് തരാൻ പറഞ്ഞ് അത് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് 100 നോട്ടെടുത്ത് അച്ഛനങ്ങോട്ട് കൊടുത്ത്, അച്ഛൻ മേടിച്ച് റെസീറ്റ് കൊടുത്ത് ചേട്ടനെ യാത്രയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 100 നോട്ട് കൊടുക്കുമ്പോൾ ഈ ചേട്ടന്റെ ഇല്ലായ്മയുടെ നടുവിൽ നിന്നാണ് ആ ചേട്ടൻ എടുത്ത് കൊടുത്തത് എന്ന് മനസ്സിലാക്കണം. ഇനി ബാക്കിയുള്ള 15 ദിവസങ്ങൾ ഒരുപാട് പട്ടിണിയും കണ്ണുനീരും കുടിക്കേണ്ടി വരും ഇങ്ങനെ സമ്പത്ത് കൊടുത്തത് കൊണ്ട്. എങ്കിലും ശരി, ദൈവനാമത്തിൽ ചേട്ടനെ സമർപ്പിച്ചു. ആ ചേട്ടൻ പിന്നീട് പറയുകയാണ്, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കോയമ്പത്തൂരെല്ലാം കണ്ട് മടങ്ങുന്ന സമയത്ത് ആ സ്നേഹിതൻ ചോദിച്ചു, നിനക്ക് പൈസയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ശമ്പളമൊക്കെ ഉണ്ട്. എന്നാൽ ആ സ്നേഹിതൻ അദ്ദേഹത്തിന്റെ ബാഗ് തുറന്ന് ഒരു 50ന്റെ കെട്ട് എടുത്ത് മേശപ്പുറത്തേക്ക് കണ്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്നേഹിതൻ പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, എനിക്കിവിടെ ആവശ്യത്തിന് പൈസയുണ്ട്. അപ്പോൾ മറ്റേ സ്നേഹിതൻ ആ 50ന്റെ കെട്ടെടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, അതിങ്ങ് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് ഒരു 100ന്റെ കെട്ടെടുത്ത് ആ മേശപ്പുറത്തേക്ക് ഇത് ഇവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോയമ്പത്തൂരുള്ള എന്റെ സ്നേഹിതനായ ചേട്ടൻ പറയുകയാണ്, അച്ഛാ, ദിവസങ്ങൾക്ക് മുമ്പ് ഇടവക പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് ഞാൻ ഒരു 50 രൂപ നോട്ടെടുത്ത് അച്ഛന് കൊടുത്തു. അച്ഛൻ്റെ നിന്ന് പിന്നെ അത് മേടിച്ചിട്ടല്ല, അതിന് തന്നേക്ക് 100 രൂപ നോട്ട് തരാന്ന് പറഞ്ഞ് 100 നോട്ട് കൊടുത്തു. ഏതാണ്ട് അതേ ആ ഒരു രംഗം എന്റെ വീട്ടിലിപ്പോൾ ദൈവം ആവർത്തിച്ചു. അന്ന് ഞാൻ ഒരു നോട്ടാണ് കൊടുത്തതെങ്കിൽ ഇന്ന് ഒരു കെട്ടാണ് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 9-ാം അധ്യായം 6-ാം തിരുലിഖിതം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവർ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. സന്തോഷപൂർവ്വം നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് സാത്താൻ അറിയാവുന്നത് കൊണ്ട് ക്രിസ്തീയ വിശ്വാസികളിടയിൽ ഈ കാര്യത്തെക്കുറിച്ച് സാത്താൻ ഒരു അവജ്ഞ വിതച്ചിരിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പണം ചോദിക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി പണം കൊടുക്കുമ്പോൾ എന്തോ അതൊരു പന്തികേട് ഉണ്ട് എന്നതുപോലെ തോന്നിപ്പിക്കുന്ന വിധമുള്ള ചില ഇംപ്രഷൻസ്, ചില കാഴ്ചപ്പാടുകൾ ഇതാ സഭാ മേഖലകളിൽ, ഇതാ ശുശ്രൂഷകരുടെ ഇടയിൽ, ദൈവജനത്തിനിടയിൽ സാത്താൻ കളകൾ വിതച്ചിരിക്കുകയാണ്. ദൈവ പൈതലേ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ നീങ്ങാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവ വചന പാതയാണ്, ദൈവ വചന മാർഗമാണ്. സമ്പത്ത് കൊടുത്ത് ദൈവരാജ്യവേലയെ സ്നേഹിക്കുക, സമ്പത്ത് കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി സമ്പത്ത് കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വചന മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സമ്പത്ത് കൊടുത്ത് അനുഗ്രഹത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് ഉയരേണ്ട വഴികളെ കുറിച്ച് പരിശുദ്ധാത്മാവേ വെളിപ്പെടുത്തണമേ. ഉറക്കെ സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, നിറയണമേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. Praise the Lord. Hallelujah. സത്ക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായെന്റെ ഹൃത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. സത്ക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും താന്താങ്ങളുടെ എല്ലാ വേദനകളും യേശുവിലേക്ക് സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അരികിൽ രോഗികളോ വലിയ വ്യഥയിലോ വേദനയിലിരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആ രോഗാവസ്ഥയുള്ളവരുടെ മേൽ കൈകൾ വെച്ച് യേശുവിന്റെ വലിയ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ കടാക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വേദനയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. കർത്താവെ, മനസ്സിടിഞ്ഞിരിക്കുന്നവര്, മനപ്രയാസത്തിൽപ്പെട്ട് ഉഴലുന്നവര്, മനോവിഷമങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ.